ഓട്ടോക്കയിലാണ് നമ്മളുള്ളത്. ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ എങ്ങനെയാണ് സാംസങ്ങിൽ വരുന്നത് എന്ന കാര്യമാണ് ഇന്ന് നമുക്ക് മാനേജർ നഹാസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഫോണുകൾ ഏതൊക്കെയാണ് സാംസങ്ങിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ? മെയിനായിട്ട് സാംസങ്ങിൽ സ്റ്റാർട്ടിംഗ് സീരീസ് ആയിട്ട് നമുക്ക് വരുന്നത് സാംസങ് ഗാലക്സി എ സീരീസ് ആണ്. ഈ എ സീരീസ് എന്ന് പറയുന്ന സീരീസ് നമുക്കിപ്പോൾ ഒരു അപ് ടു ഒരു 40,000 അല്ലെങ്കിൽ ആ ഒരു ആവറേജ് ഒരു 7,000 മുതൽ അങ്ങ് 40 വരെ വരുന്ന ഒരു സീരീസാണ്. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ എസ് സീരീസ് അതുപോലെ ഫോൾഡ് സീരീസ് ആ ഒരു കാറ്റഗറീസ് ഒക്കെ വരുന്നത്. മെയിൻലി ഇപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഈ ഒരു മോഡലാണ് വരിക. അതൊരു 5G ഹാൻഡ്സെറ്റ്സ് ആണെങ്കിൽ ഒരു 9,000 to 10,000 റേഞ്ച് മുതൽ നമുക്കൊരു പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. 5G എന്നുള്ള കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് 5G ആണല്ലോ. ദെൻ 4G ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആൾക്ക് 5G ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 4G അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അതാകുമ്പോൾ ഒരു ആവറേജ് പ്രൈസ് ഒരു 6,700 rupees മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ക്യാമറ ക്വാളിറ്റി ഒക്കെ ഒരു ഡീസൻറ്റ് ക്യാമറയാണ്. നമുക്കിപ്പോൾ ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ വരുമ്പോൾ അവർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോസ് എന്ന് വെച്ചാൽ ഒരു ക്യാപ്ചർ ചെയ്യുക, ജസ്റ്റ് ഒരു മൊമെന്റോ അല്ലെങ്കിൽ ഒരു വ്യക്തികളെയോ അവർ ആഗ്രഹിക്കുന്ന എന്തോ ആയിക്കോട്ടെ, ജസ്റ്റ് ഫോട്ടോ എടുക്കാം, പോസ് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഏത് ബ്രാൻഡ്സ്, ഇപ്പോൾ ക്യാമറ പണ്ട് മുതലേ സാംസങ്ങിന്റെ ക്യാമറ എത്രമാത്രം അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊരു ഐഡിയ ഉള്ളൊരു ആൾക്കാരായിരിക്കണം പൊതുവെ. അപ്പോൾ ആ ഒരു രീതിയിൽ തീരെ ഈ ഒരു ബേസ് മോഡലാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യാമറ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ വേണ്ട. ഒരു നീറ്റായിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്യാമറയാണ് ഈ ഒരു പ്രൊഡക്റ്റും ഡെലിവർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു 50 MP ക്യാമറയാണ്. ഒരു HD റെസൊല്യൂഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു ഫുൾ HD റെസൊല്യൂഷനിൽ പ്ലേ ബാക്ക് വരുന്ന ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള രീതിയിൽ വരുന്നൊരു മറ്റുള്ള ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്ന ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കീപാഡ് ഫോൺ ഉപയോഗിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത ഒരാളായിക്കോട്ടെ, ആർക്കാണെങ്കിലും ഒരു ഈസി ടു യൂസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിന് പ്രത്യേകിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും, ഒരു കുറഞ്ഞ ഒരാളായിക്കോട്ടെ ഒരുപാട് ഏജ് ഉള്ള ഒരാളായിക്കോട്ടെ, ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് ഇതിലൊരു യാതൊരുവിധ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. മീൻസ് യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ എനി ബ്രാൻഡ് കമ്പാരിറ്റീവ്ലി യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് രീതിയിൽ ഇപ്പോൾ കേട്ടിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് കൂടുതലും മറ്റുള്ളത് ഉപയോഗിച്ച് വന്ന ശേഷം അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ അതുകൊണ്ടും കണ്ടിന്യൂസ്ലി ഈ ഫോൺസ് ഈ ബ്രാൻഡ് ചൂസ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിന്റെ പ്രോസസർ അതുപോലെ തന്നെ ക്യാമറ ഒക്കെ എങ്ങനെയാണ്? ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 5G ചിപ്സെറ്റ്സ് വന്നിട്ടുള്ള മോഡൽസ് എന്ന് പറയുന്നത് അതിന്റെ ചിപ്സെറ്റിലെ പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി ഇപ്പോൾ പ്രൈസ് കാറ്റഗറിയുടെ തന്നെ അല്ല, ഒരു ആവറേജ് നല്ലൊരു സ്പീഡ് ഡെലിവർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ സ്ലോ ആവുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഡിലേസ് ഇല്ലാത്ത രീതിയിൽ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ സ്ലോ ആവുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഹാങ് ആവുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ 5G എന്നുള്ളൊരു സംഭവം സ്റ്റാർട്ട് ചെയ്ത ശേഷം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഈ നല്ല രീതിയിലുള്ള ചിപ്സെറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എല്ലാവരും നല്ല അത്യാവശ്യം മൊബൈൽ അത്യാവശ്യം യൂസ് ചെയ്യുന്നവരൊക്കെ ഗെയിംസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ശരിക്കും ഗെയിമാണ്, ഒരു നല്ല ഹൈ എൻഡ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേസിക് അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ഫോണിൻ്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു യൂസർ ആണെങ്കിൽ, നല്ലൊരു ഹൈ എൻഡ് യൂസർ അല്ലെങ്കിൽ നല്ലോണം ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ പ്ലാൻ ചെയ്യേണ്ടത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് കേപ്പബിലിറ്റി ഉള്ളൊരു ഫോൺ എടുക്കുക എന്നുള്ളതാണ്. ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ട് അയാളുടെ യൂസറിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോയ നടപടി ആവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്കൊരാൾക്ക് ഒരു ബിഗിനർക്ക് കൊടുക്കാവുന്ന ഒരു ലെവലിൽ നമുക്ക് കൊടുത്ത് യൂസ് ചെയ്ത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ദെൻ ഒരു നെക്സ്റ്റ് ലെവലിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ക്യാമറ കുറച്ച് വ്യത്യാസം വേണം, അല്ലെങ്കിൽ സ്റ്റോറേജ് ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ബേസിക് സ്റ്റോറേജ് വന്നിട്ട് 64 GB ആയിരിക്കും. ഓൺ ബോർഡ് സ്റ്റോറേജ് ആണ്. മാഡത്തിന് ഇത് എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ മെമ്മറി എക്സ്പാൻഷൻ നടക്കും. ഇപ്പോൾ ഈ സെഗ്മെന്റ് ഫോൺസിനൊക്കെ മെമ്മറി എക്സ്പാൻഷൻ ഉണ്ടാകും. പിന്നെ ദെൻ നെക്സ്റ്റ് ഇപ്പോൾ കുറച്ച് റേഞ്ചസ് മാറുന്നതനുസരിച്ച് വേരിയൻസ് ആയിരിക്കും. മെമ്മറി എക്സ്പാൻഷൻ ഉണ്ടാവില്ല. പകരം വേരിയൻ എന്ന് വെച്ചാൽ ഇപ്പോൾ മാഡത്തിന് 120 GB മതിയെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. ദെൻ 256 GB ആണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൺസ് അത് പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്യണം. വാങ്ങിയ ശേഷം നമുക്കത് എക്സ്പാൻഷൻ ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ക്ലൗഡ് ആയിട്ടോ നമുക്ക് ഓൺലൈൻ സ്റ്റോറേജ് ആയിരിക്കും പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. മെമ്മറി കാർഡ് നമ്മൾ എക്സ്ട്രാ യൂസ് അല്ല, മെമ്മറി കാർഡ് ഓപ്ഷൻസ് ഇപ്പോൾ ഇപ്പോൾ എ സീരീസിലൊക്കെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എ സീരീസ് ഇപ്പോൾ സാംസങ്ങിന്റെ നെക്സ്റ്റ് സീരീസിലേക്ക് മാറുമ്പോൾ നമുക്ക് ആ മെമ്മറി വേരിയൻസ് ആണ്, മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല, ആ സ്ലോട്ട് ഇല്ല. അപ്പോൾ മാഡം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിസൈഡ് ചെയ്യേണ്ടി വരും. അതായത് എത്ര GB ആണ് മാഡത്തിന് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ കറന്റ് സ്മാർട്ട് ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്, അതിലെത്ര യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാഡം ഒരു പ്രൊഡക്റ്റ് അപ്പോൾ സെയിം സ്പോട്ടിൽ നമ്മളത് ഫൈനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഈ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ 64 GB ആണ്.
ഇപ്പം ഇതിൻ്റെ അടുത്ത വേരിയൻ്റ് വേണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ നെക്സ്റ്റ് വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ ഇതൊരു M06 A06 എന്ന് പറയുന്ന ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ആണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മോഡൽസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു അണ്ടർ 20,000 റേഞ്ചിൽ വന്നേക്കുന്ന പുതിയൊരു പ്രൊഡക്റ്റാണ് A70 എന്നുള്ളൊരു പ്രൊഡക്റ്റ്. ആക്ച്വലി ഈ മോഡലാണത്. ഇത് ഇൻബോക്സ് ചാർജർ എല്ലാം വരുന്ന ഒരു പുതിയ പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനീസ് ഇൻബോക്സിൽ അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി അങ്ങനെ ഇപ്പോൾ ഈ മാർക്കറ്റ് സെനാരിയോയിൽ ഇപ്പോൾ വന്നേക്കുന്നതിൽ സാംസങ് ലോഞ്ച് ചെയ്ത ന്യൂ ലോഞ്ച് പ്രൊഡക്റ്റ് വിത്ത് അഡാപ്റ്റർ ഉണ്ട്. ഇതാണ് ആ ഒരു മോഡൽ. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? ഇതിപ്പോൾ പ്രൈസ് ഓഫേഴ്സ് വന്നിട്ട് ആഫ്റ്റർ 1000 റുപ്പീസിൻ്റെ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നതാണ്. നമുക്ക് 17,999 ആ ഒരു റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് അഡാപ്റ്ററും ആക്സസറിയൊക്കെ ഇൻബോക്സിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ്, അതായത് ഡിഫറെൻറ്റ് ഇത് വരുന്നുണ്ട്, അതായത് സീരീസ് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ആണ് ഞാൻ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. നമ്മളിത് സാംസങ് എക്സ്ക്ലൂസീവ് സ്റ്റോറാണ്. അപ്പം അതുകൊണ്ട് സാംസങ് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മൈൻഡ് സെറ്റ് ഓൺലൈനിൽ ഇപ്പോൾ ഈ വാല്യൂ ഫോർ മണി കൂടാതെ പവർഫുൾ ചിപ്സെറ്റ്സ് വരുന്ന അല്ലെങ്കിൽ പെർഫോമിംഗ് ഫോൺസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഓൺലൈനിലാണ് ഇത് കൂടുതൽ സെല്ല് ചെയ്യുന്ന മൈൻഡ് സെറ്റ് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾക്കിപ്പോൾ ഓൺലൈനിൽ ലോഞ്ച് ചെയ്ത കുറച്ച് സീരീസാണ്, 2 സീരീസാണ്, F സീരീസും സാംസങ്ങിൻ്റെ M സീരീസും. ഇതിപ്പോൾ നോർമൽ സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കില്ല. അതെ, അതായത് ഇത് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റോർ കസ്റ്റമേഴ്സിനെ അല്ല, ശരിക്കും ഇത് ഓൺലൈൻ പ്രൊഡക്റ്റ് തന്നെയാണ്. മെജോറിറ്റി ഇത് എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടാവുക ഓൺലൈനിലായിരിക്കും. നമുക്കിതിപ്പോൾ സ്റ്റോഴ്സിലുണ്ടെങ്കിൽ വളരെ ചുരുക്കം സ്റ്റോക്സ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റോറാണ്, അപ്പോൾ നമ്മൾക്ക് ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമുക്ക് ഓൾ ദ ടൈം നമുക്ക് ഈ പറഞ്ഞ സീരീസിൻ്റെ സ്റ്റോക്സ് മിനിമം ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് സീറോ ഇല്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റോക്സ് റിസീവ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടി വാല്യൂ ഫോർ മണിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ഒരു ബഡ്ജറ്റിനല്ല, ഒരു മിനിമം സ്റ്റോറേജ് അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ഒരു യൂസാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫൈനലൈസ് ചെയ്യുന്ന ഇന്ന രീതിയിലുള്ളൊരു സ്പെക്കാണ് വേണ്ടതെങ്കിൽ ഇത് അത്ര ഓവർ പ്രൈസ്ഡ് അല്ല. ഒരു മറ്റുള്ളൊരു ബ്രാൻഡ് എടുത്തോളൂ, ഒരു കോമ്പറ്റീഷൻ ബ്രാൻഡ് കമ്പയർ ചെയ്യുമ്പോഴും നല്ലൊരു നീറ്റ് ആയിട്ടുള്ളൊരു ഡീസൻറ്റ് ഫോണ്, എന്നാൽ അത്ര ഓവർ പ്രൈസ്ഡ് അല്ലാത്ത രീതിയിൽ നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു F സീരീസും M സീരീസും. ഇപ്പോൾ ഒരു അണ്ടർ 30 ഉള്ളൂ ഈ ഒരു സീരീസ് വരുന്നുള്ളൂ. കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ വാങ്ങാൻ പ്ലാൻ ചെയ്യുക ഒരു നോർമൽ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാരും ഇവർ EMI ഒക്കെ ചൂസ് ചെയ്യുന്നവരുണ്ട്. കൂടുതൽ ആ സെഗ്മെന്റിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ റെഡി പേയ്മെന്റ് എങ്ങനെയാണെങ്കിലും അവർക്ക് കുറച്ചുകൂടി വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ വർത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു കാറ്റഗറി. അതാണ് ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ A എന്നുള്ള സീരീസാണ് എപ്പോഴും ഒരു സാംസങ്ങിന്റെ ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതും A സീരീസിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു മിഡ് റേഞ്ച് സീരീസ് ആണ് A.